നീ പോയി വാങ്ങിയിട്ട് വാ ശിവ, എനിക്കൊരു കോളുണ്ട്. ഇതാ വരുന്നു തിരുമേനി. ഹലോ. ഇറങ്ങാം നമുക്ക്. പോവാം. പറഞ്ഞു. മീറ്റിംഗ് നമുക്ക് നൈറ്റ് ആക്കാം. ശിവ, ഞാനിപ്പോൾ വരാം, നീ അങ്ങ് നടക്കാം. ശരി. ദുർഗ. തിരുമേനി ഇതാ വരുന്നു. മോളെ ലച്ചു, ഒന്നിങ്ങ് വന്നേ. നീ അവിടേക്ക് ചെല്ല ലച്ചു, ഞാൻ പോയി വാങ്ങിച്ചോളാം. ആഹാ, ജയന്റെ മോളായിരുന്നു. ഇപ്പൊ വഴിപാട് വാങ്ങാതെ പോയേനെയല്ലോ. അതെ, ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങായിരുന്നു. കറക്റ്റ് ടൈമിനാണ് തിരുമേനി വിളിച്ചത്, ഇല്ലെങ്കിൽ മറന്നേനെ. എന്തു പറ്റി? ഒന്നുമില്ലടാ. ചേട്ടൻ ആരെയാ നോക്കുന്നേ? ഒന്നുമില്ല, നീ വാ, ഞാൻ ആരും നോക്കിയില്ല. ഉണ്ണേട്ടാ, നമ്മളിപ്പോ പാസ് ചെയ്തു പോയ ആ കുട്ടിയെ കണ്ടോ? എനിക്ക് നല്ല പരിചയമുണ്ട് ആളെ. ഞാൻ ശ്രദ്ധിച്ചില്ല ശിവ. ആണോ? ശേ, ആരാണോ? ബാക്കിയൊക്കെ നമുക്കിനി വീട്ടിൽ പോയിരുന്ന് ആലോചിക്കാം. ശിവാങ്കി നടക്ക്. ലച്ചു ഡേഡി, അവിടെ നിന്ന് കൊച്ചിനെ കണ്ടോ നീ? എൻ്റെ മോളെ, ഒരു ഏഞ്ചലിനെ പോലെ ഉണ്ടായിരുന്നു അതിന് കാണാൻ. അബേ, നീ ഇപ്പോൾ പെൺപിള്ളേരെ വെറുതെ വിടാണ്ടായോ? നീ ബൈ ആണോന്ന് എനിക്ക് നല്ല സംശയമുണ്ട് കേട്ടോ. എന്ത് ധൈര്യത്തിലാണ് ഞാൻ നിൻ്റെ കൂടെ അവിടെ നിൽക്കുക? ഡേ മോളെ ദുർഗ, നല്ല ഭംഗിയുണ്ടായിരുന്നടി, അതാ. അല്ലാതെ ഞാൻ നീ പറയുന്ന പോലെ ചേ. അല്ലാതെ തന്നെ എനിക്കതിനെ നല്ല പരിചയം തോന്നൂടി, എവിടെയോ കണ്ട പോലെ. നീ വാ, നമുക്കൊന്ന് അച്ഛനെ കണ്ടിട്ട് ആ വഴി ഇറങ്ങാം. വൈകിട്ട് എനിക്കൊരു കോളുണ്ട്, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു ഭാഗ്യ പരീക്ഷണം. അതുകൊണ്ട് ലേറ്റ് ആക്കാൻ നിൽക്കണ്ട. നമുക്കേ അച്ഛനെ കണ്ടിട്ട് വേഗം ആ വഴി പോവാം. ഓക്കെ. ഞാൻ പ്രസാദം വാങ്ങുമ്പോൾ അവിടെ അതിൻ്റെ കൂടെ വേറൊരു കുട്ടിയും കൂടെ ഉണ്ടായിരുന്നേ. അതിനെ കാണാൻ എന്ത് ഭംഗിയായിരുന്നെന്നോ. ഏട്ടനെ വിളിച്ച് കാണിക്കാമെന്ന് വിചാരിച്ച, അപ്പോഴേക്കും അതിനെ അവിടെ നിന്ന് കാണാണ്ടായി. ആണോ? ഓഹോ, ആണോ എന്നോ? അപ്പോൾ എന്നെക്കാളും നല്ല കുട്ടിയെ കണ്ടാൽ നോക്കുമല്ലേ? ചേ, അങ്ങനല്ല. എൻ്റെ ശിവ എന്ത് ചെയ്യാൻ പറഞ്ഞാലും ഞാനത് ചെയ്യും, അത്ര മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. കൂടുതൽ ഉദ്ദേശിക്കാനൊന്നും നിൽക്കണ്ട, മലക്കം പറഞ്ഞെങ്കിലും രക്ഷപ്പെടും. വണ്ടി എടുക്ക്. അപ്പോൾ അച്ഛൻ്റെ 2 മക്കളും പോയിട്ട് വാ. അബി, സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യണം കേട്ടോ. ഇല്ല കേട്ടോ. ഇല്ലെങ്കിൽ വേണ്ട, കൈയും കാലും ഒടിഞ്ഞ് എവിടെയെങ്കിലും കിടക്കട്ടെ. പിന്നെ തങ്ങളുടെ ഭാര്യയോട് ഇത്ര അഹങ്കാരം വേണ്ടെന്ന് പറഞ്ഞേക്കണേ. ഡീഡി, അവളെൻ്റെ ഭാര്യയായി കഴിഞ്ഞിട്ടാണ് കേട്ടോ നീ എൻ്റെ മകളായത്. പിന്നെ അപ്പോൾ 2 ആളും പോയിട്ട് വാ. മോളെ ലച്ചു, ഫുഡൊക്കെ കറക്റ്റായിട്ട് കഴിക്കണേ, ഹാപ്പി ആയിട്ടിരിക്കേ. ശരി അച്ഛാ. പിന്നെ അമ്മയോട് എൻ്റെ അന്വേഷണം പറഞ്ഞേക്കണേ. ശരി അച്ഛാ, ബൈ. ശരി, ബൈ. പിന്നെ ലച്ചു, എൻ്റെ അച്ഛൻ പറഞ്ഞത് നീ വിശ്വസിച്ചോ? എന്ത്? അമ്മയുടെ കാര്യം. അമ്മാവും വന്നോണ്ടാ വരാത്തതെന്ന്.
വെറുതെ അടി. സ്വന്തം മോളെക്കാളും വലുതാണോ ഈ പറയുന്ന അമ്മാവൻ? ചുമ്മാതെയാന്നേ, ഈ പിണക്കം കാരണം തന്നെയാണ്. ഇനി അതുകൊണ്ടാണ് വരാത്തതെന്ന് ഞാൻ അറിഞ്ഞാൽ എനിക്ക് വിഷമാവെന്ന് കരുതി അച്ഛനെ കൊണ്ട് ആള് തന്നെ ഇതൊക്കെ പറയിപ്പിക്കുന്നത്. നിനക്കൊന്ന് അങ്ങോട്ട് വിളിച്ചൂടെ? ഞാനും ആ അമ്മയുടെ മോള് തന്നെയാ. എനിക്കുണ്ട് വാശി. അമ്മ പറയുന്ന പോലെ ഡോക്ടർ എഞ്ചിനീയറൊന്നും ആവാൻ എനിക്കാവില്ലടി. എനിക്ക് എൻ്റെ ഈ മ്യൂസിക് കരിയർ തന്നെ മതി. അതിൽ സക്സസ് ആയാലും ഫെയിലർ ആയാലും എനിക്ക് ഓക്കെയാണ്. ഇഷ്ടമില്ലാത്തത് ചെയ്ത് ജയിക്കുന്നതിലും എത്രയോ നല്ലതാ ഇഷ്ടമുള്ളത് ചെയ്ത് തോൽക്കുന്നത്. ഗ്രേറ്റ് വേർഡ്സ് ബൈ ഫ്യൂച്ചർ ഗ്രേറ്റ് മ്യൂസീഷ്യൻ. ഇപ്പോൾ അവിടുന്ന് എനിക്ക് നാണം വരുന്നു. അയ്യ, എന്താ നീ നോക്കുന്നേ? നിനക്ക് എപ്പോഴും ഇങ്ങനെ ചിരിച്ചൂടെ? എന്ത് രസമാണ് കാണാൻ. എനിക്ക് അസൂയ തോന്നുന്നു നിന്നോട്. ലച്ചു, എന്താടി? എന്ത് പറ്റി? ഞാനെന്തേലും? ഏയ്, ഒന്നുമില്ലടി. നീ ഇപ്പോൾ എന്നോട് പറഞ്ഞില്ലേ എൻ്റെ ചിരി കാണുമ്പോൾ നിനക്ക് അസൂയ വരുന്നു? ഇതേ കാര്യം തന്നെ അവനും എന്നോട് പറയായിരുന്നു. എൻ്റെ ചിരി കാണുമ്പോൾ അവൻ അസൂയ വരുന്നു. ഹലോ. ഹലോ ശ്രീനിസ. അതെ, ഞാൻ തന്നെയാണ്. പറഞ്ഞു. അതിനു മുൻപ് മാത്യു ഇന്നെന്നെ വിളിച്ചായിരുന്നു. യെസ് സർ, ബട്ട് എൻ്റെ മാത്യു, താനൊക്കെ എന്ത് അബദ്ധങ്ങളൊക്കെയാണ് ചെയ്തു വെക്കുന്നത്. സി മാത്യു, ഇതൊരു തമാശ കളിയല്ല. അവൻ കോൾ എടുത്തുവെങ്കിൽ അവനോട് പറയണമായിരുന്നു ഞാൻ വരുമ്പോൾ തിരികെ വിളിക്കാൻ. അതല്ലേ ഉള്ളൂ. നിങ്ങളൊക്കെ എന്തിനാ റോങ് നമ്പർ എന്നൊക്കെ പറയുന്നത്? സർ, അത് പെട്ടെന്ന് ആളുടെ വോയിസ് കേട്ടപ്പോൾ ഞാൻ പാനിക്കായിപ്പോയി. നോക്ക്, ഞാൻ എൻ്റെ ഈ അവസ്ഥ കൊണ്ട് പറഞ്ഞു പോകുന്നതാ. ബി മോർ കെയർഫുൾ. ഓക്കെ സർ. എന്തായിരുന്നു വിളിക്കാൻ? സർ, അത് ദീപുവിൻ്റെ കാര്യം പറയാനാണ്. സാറ് പറ്റിയാൽ ഡോക്ടറായിട്ടൊന്ന് കണക്ട് ചെയ്യാൻ ശ്രമിക്കണം. ഒരുപാട് കാര്യങ്ങളുണ്ട് സർ. ഫോർ മോർ ദാൻ വാട്ട് ഐ നോ. ഓ, ഓക്കെ, ഞാൻ ചെയ്യാടോ. വേറെ ഒന്നുമില്ലല്ലോ? നോ സർ. ഓക്കെ, താങ്ക് യു. ഓ ഗോഡ്, ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കും? എങ്ങനെയുണ്ടളിയാ നിൻ്റെ തലവേദന? ആടാ, കുറവുണ്ട്. നീ എന്താ ലേറ്റായേ? എടാ, ഇന്ന് ഗായത്രിയുടെ ബർത്ത്ഡേ ഇട്ടിട്ടുണ്ടായിരുന്നു. ഗായത്രിയോ? ആടാ, മറ്റേ സായുടെ ടീമിലെ കുട്ടിയില്ലേ, അവളുടെ. ഓ, ഗായത്രി പ്രദീപ്. അതെ, തെക്കേതിൽ വീട്, ചേർത്തല, ആലപ്പുഴ. 688524. അച്ഛൻ പ്രദീപ് കുമാർ, അമ്മ മീനാക്ഷി, അനിയത്തി ശിവദ പ്രദീപ്. ഓഫ്, എൻ്റെ മോനെ, കഴിവാണ് കേട്ടോ. താങ്ക് യു. പിന്നെ അതുകൊണ്ടൊരു ഗുണം കൂടെ ഉണ്ടായി. ഇന്ന് നമുക്ക് കുക്ക് ചെയ്യാണ്ട് കഴിയാം. അവളെ നിനക്ക് സ്പെഷ്യലായിട്ട് പാഴ്സലാക്കി തന്നിട്ടുണ്ട്. ആഹാ, നല്ല സ്നേഹമുള്ള കുട്ടി. നീ കഴിച്ചോ എന്ന് ചോദിച്ചാൽ യെസ്. പക്ഷേ നീ നിർബന്ധിച്ചാൽ? ഞാൻ നിർബന്ധിക്കുന്നില്ല. വേണമെങ്കിൽ വേണ്ട. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഹലോ. ഓ, ആണോ? ഓ, താങ്ക് യു സർ. താങ്ക് യു. അഭി, കഴിക്കുന്നില്ലേ നീ? ദാ വരുന്നു. നിനക്ക് ഈ നൂഡിൽസൊക്കെ കഴിച്ചാൽ വയറെന്നറിയോ? ഞാൻ വേണമെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കാം. ഇന്നത്തേക്ക് ഇത് മതി. നമ്മൾ ഡ്രൈവൊക്കെ ചെയ്ത് ട്രാവലിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നേല്ലേ, ഇനി കുക്ക് ചെയ്യണ്ട, ഇത് തന്നെ മതി. നേരത്തെ ആരാ നിന്നെ വിളിച്ചേ? എപ്പോ? നേരത്തെ? അത് വരുൺ. ലച്ചു, പിന്നെ വരുൺ എന്ത് പറയുന്നു? എന്താ? കേട്ടില്ല. വരുൺ എന്ത് പറയുന്നു? മലയാളം. ഓ, തമാശ. മോളെ പറയടി മുത്തേ. നീയല്ലേ പറഞ്ഞേ അവൻ്റെ ഒന്നും നിനക്ക് അറിയണ്ടെന്ന്? ഷെടാ, ഇതിപ്പോൾ വലിയ കഷ്ടമായല്ലോ. നിനക്ക് എന്നോട് പണ്ടത്തെ പോലെ ഒരു സ്നേഹമില്ല കേട്ടോ മോളെ. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. വരുൺ സുഖമായിട്ടിരിക്കുന്നു. എടി, ആ എലി നോക്ക്.
ഗേൾ ഫ്രണ്ട്? എൻ്റെ അറിവിൽ ഇതുവരെ ഇല്ല. ഇനി എൻ്റെ അറിവില്ലായ്മയിൽ കിട്ടരുത്. അവൻ ഇനി കിട്ടാനും പോണില്ല. ആത്മാർത്ഥ സ്നേഹം തള്ളിക്കളഞ്ഞവനൊന്നും പെണ്ണ് കിട്ടത്തില്ല. നിനക്ക് ഒട്ടും അസൂയില്ലാട്ടെ അബിയേ. ഹിഹിഹി. ദാ നിന്റെ ആളെ വിളിക്കുന്ന. എൻ്റെ പൊന്നെ, ഈ കാലിന് 100 ആയുസാണല്ലോ. ഹലോ വരുൺ, ആടാ പറയേ. ആടാ ശരി, ഞാൻ നിന്നെ വിളിച്ചേക്കാം കേട്ടോ. ആ പിന്നെ കറക്റ്റ് സമയത്ത് ഫുഡും മെഡിസിനും ഒക്കെ കഴിച്ചേക്കണേ. ശരി എന്നാൽ ഗുഡ് നൈറ്റ്. ആരാടാ? ലച്ചു ആയിരുന്നടാ. ഓ, അവൾ നാട്ടിലെത്തിയോ? ആ ഇപ്പോൾ നാട്ടിലുണ്ട്. അവിടെ അപ്പോൾ അവൾ ആരുടെ കൂടെയാണ് നിൽക്കുന്നത്? അബിയുടെ കൂടെ. അബി അവളുടെ ചൈൽഡ്ഹുഡ് മുതലുള്ള ഫ്രണ്ടാണ്. മേ ബി ഈ എന്നെക്കാൾ കൂടുതൽ ലച്ചു ക്ലോസ് അവളോടാണെന്നും വേണമെങ്കിൽ പറയാം. ഓ, സോ അവിടെ റിലേറ്റീവ്സ് ആരുമില്ലേ അവൾക്ക്? അവിടെ തന്നെ അവളുടെ അച്ഛൻ്റെ വീടും. ആ ഫാമിലിയായിട്ട് എന്തോ ഡിസ്റ്റൻറ്റ് റിലേഷൻ ഈ അബിക്കും ഉണ്ട്. സോ നൗ വൈ ഷീ ഈസ് വിത്ത് അബി? നിനക്കറിയാലോ ഈ പ്രായമുള്ളവരുടെ കാര്യം. പിന്നെ നാട്ടുകാർ ഓരോ ചോദ്യവും പറച്ചിലും സമാധാനിപ്പിക്കലും. ആക്ച്വലി അവൾക്കിപ്പോൾ വേണ്ടത് ചേഞ്ചാണ്. അത് അബിയുടെ കയ്യിൽ നിന്ന് കിട്ടുള്ളൂ. മറ്റുള്ളവരൊക്കെ സങ്കടം ചോദിച്ചും പറഞ്ഞും അതിനെ വീണ്ടും കൊല്ലും. ആൻഡ് അവിടെ ഇപ്പോൾ ആ കുടുംബ വീട്ടിൽ ഒരാൾ ക്യാരിയും കൂടെയാണ്. അതും കൂടെ അവളെ വീണ്ടും ഡിപ്രസ്ഡ് ആക്കുകയുള്ളൂ. വൈ? അത് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? ഇല്ല, പറഞ്ഞതായിട്ടാണല്ലോ എൻ്റെ ഓർമ്മ. ഇല്ലടാ. ഓ, എങ്കിൽ ദെൻ എൻ്റെ തെറ്റായിരിക്കും. എടാ ആക്ച്വലി ഈ ഇഷ്യൂസൊക്കെ നടന്ന ടൈമിൽ അവളുടെ ഹസ്ബൻഡിനെ കാണാതായതിനു ശേഷം ഒരു 1 മന്തോളം അവൾ എക്സ്ട്രീംലി ഡിപ്രസ്ഡ് ആയിരുന്നു. ഞാൻ പറഞ്ഞിട്ടില്ലേ? എന്നുവെച്ചാൽ നമുക്കൊക്കെ ചിന്തിക്കാൻ കഴിയുന്നതിലപ്പുറം എക്സ്ട്രീംലി ഡിപ്രസ്ഡ് ആയിരുന്നു. ഒരു റൂമിനുള്ളിൽ തന്നെ ജീവിതം, ആരെയും കയറ്റുകയില്ല, അവളോട്ട് പുറത്തേക്കും വരില്ല, ഭക്ഷണം വെള്ളമൊക്കെ കണക്ക്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൾ പ്രഗ്നൻ്റ് കൂടെ ആയിരുന്നത്. ആ ടൈമിൽ അത് അവൾക്കും അറിയില്ലായിരുന്നു, വേറെ ആരും അറിഞ്ഞിട്ടുമില്ല. അറിഞ്ഞപ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയി. എല്ലാം കൂടെ അതിനെ ഇനി പറഞ്ഞിട്ടെന്താ. ഷീ സഫേർഡ് എ ലോട്ട്. പറയാനുണ്ടോ? എന്ത് പാപമാണോ ആ കുഞ്ഞ് ചെയ്തതെന്ന് എനിക്കറിയില്ല. എത്രയ്ക്കാണ് അനുഭവിക്കുന്നത്. എന്നിട്ടും തീർന്നു, ദാ ഇപ്പോഴും അനുഭവിക്കുന്നു. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതൊക്കെ പറഞ്ഞിരുന്നാൽ നമ്മുടെ മൂഡ് പോവുകയുള്ളൂ. നീ കഴിച്ചു കഴിഞ്ഞോ? ആടാ കഴിഞ്ഞു. ഇതാ നിനക്ക് മാറ്റി വെച്ചിട്ടുണ്ട്, എടുത്ത് കഴിക്കുക. ഓഫ്, നീ ആടാ എൻ്റെ അളിയൻ. നിനക്കൊരു പെങ്ങളുണ്ടായിരുന്നു, ഞാനതിന് ഉറപ്പായിട്ടും കെട്ടിയേനെ. ഷേ സത്യടാ. ഡാ നീ കഴിച്ചു കഴിഞ്ഞ് ഹോളിലേക്കൊന്ന് വരുമോ? എനിക്കൊരു കാര്യം ചോദിക്കണം. അല്ല, പറയണം. ചോദിക്കണോ പറയണോ? രണ്ടും. ഓ ഓക്കെ, ഇതാ വരുന്നു. ആ പറഞ്ഞോ, എന്താ നിനക്ക് എന്നോട് ചോദിക്കാനുള്ളത്? ആദ്യം പറയാനുള്ളത് പറയേ. അത് പിന്നെ പറയടാ. അത് എടാ അതുണ്ടല്ലോ. ആ അതുണ്ട്, ബാക്കി. എടാ അതെന്ന് വെച്ചാൽ, ഡാ കോപ്പേ, നിൻ്റെ മുക്കലും മുള്ളലും കേൾക്കാനാണോ നീ എന്നെ വിളിച്ചേ? മര്യാദക്ക് കാര്യം പറഞ്ഞോ. അവൻ്റെ ഒരു അതും ഇതും. എടാ അത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടേ, അവന് വേറൊരു ഫ്രണ്ട് ഉണ്ട്. ആ ഫ്രണ്ടിന് ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ട്. എന്തോന്ന്? എടാ കേൾക്ക്, എൻ്റെ ഒരു ഫ്രണ്ട്, അവന് വേറെ ഒരു ഫ്രണ്ട്, അവന് വീണ്ടും ഒരു ഫ്രണ്ട്. ആ അത് തന്നെ. അങ്ങനെയല്ലല്ലോ നീ നേരത്തെ പറഞ്ഞേ? അല്ലേ? മോനെ കാർത്തി, നീ അഭിനയിച്ചത് മതി. വളഞ്ഞു മൂക്ക് പിടിക്കാതെ കാര്യം പറ. അത് പറയാം. എനിക്കൊരു ഫ്രണ്ടുണ്ട്, അവനൊരു ഗേൾ ഫ്രണ്ടുണ്ട്. അവർ തമ്മിൽ ഭയങ്കര സ്നേഹം. ഇപ്പോൾ ഇതാ കല്യാണമൊക്കെ ആവാനായി. ആരാ? നിൻ്റെ ദീപു ശിവയാണോ? എങ്ങനെ മനസ്സിലായി? നീ ഫ്രണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അവരെ മാത്രമേ കേട്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഏത് മണ്ടനും മനസ്സിലാവും. ഇതിലിപ്പോൾ വലിയ ആന ബുദ്ധിയൊന്നും വേണ്ടല്ലേ? ആ കുഞ്ഞിരാമൻ കാര്യം പറ. എടാ
നിനക്കറിയാലോ, ശിവയും കാർത്തിയും തമ്മിൽ നല്ല സ്നേഹമാണ്. ഈയിടെയായിട്ട് എനിക്കതിലെന്തോ റോങ് അടിക്കുന്നു. എന്ത് റോങ്? എടാ അത് നീ കേക്ക്. ഞാൻ കേൾക്കുകയാണല്ലോ. ആ എടാ, അത് ദീപു ഈ പുറത്തു പോയി വന്നതിന് ശേഷം ശിവയോടെന്തോ അടുപ്പക്കുറവ് കാണിക്കുന്ന പോലെ. ഇതിനു മുൻപും അവൻ എല്ലാ കൊല്ലവും പോയി വന്നിട്ടുണ്ട്. ബട്ട് ഇപ്രാവശ്യം മാത്രം. ഇത് നിന്നോട് ആരാ? അവൻ പറഞ്ഞു? ഇല്ല. പിന്നെ അവളോ? അല്ല. പിന്നെ നീ എങ്ങനെ അറിഞ്ഞു? അത് എനിക്ക് തോന്നി. എന്താന്ന് തോന്നിയെന്നോ? തോന്നാനായിട്ട് അവരുടെ ഇടയിൽ എന്തെങ്കിലും വഴക്കുണ്ടായോ? അങ്ങനെ എന്തെങ്കിലും അവൾ പറഞ്ഞോ? ഇല്ല, പറഞ്ഞില്ല. പിന്നെ നീ ഊഹിച്ചോ? എൻ്റെ മകനെ കാർത്തി, നിനക്ക് എന്താ? അവനൊന്നും പറഞ്ഞില്ല. അവരുടെ ഇടയിൽ ഒരു വഴക്കും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടായതായിട്ടൊന്നും നീ അറിഞ്ഞിട്ടുമില്ല. പിന്നെ നിൻ്റെ പ്രശ്നം എന്താ? അത് ഏത്? ദേ നോക്ക്, നീയല്ലേ എന്നോട് പറഞ്ഞ് അവർ തമ്മിൽ ഒടുക്കത്തെ പ്രേമാണെന്ന്? അതും ജനിച്ച് വീണപ്പോൾ തുടങ്ങിയത്. ആ അതെ. അങ്ങനെയുള്ള അവരുടെ ഇടയിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവാൻ ഒരു വഴിയും ഞാൻ കാണുന്നില്ല. ഇതിനാണോ നീ ഇന്നലെ മുതൽ തലവേദന എന്ന് പറഞ്ഞ് നടന്നേ? ഷേ എടാ, നീ പറഞ്ഞ കഥകൾ വെച്ച് നോക്കുമ്പോൾ അവരുടെ പ്രേമം ദൈവത്തിന് പോലും ഇല്ലാണ്ടാക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്ക് സിൻസിയറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. മാത്രമല്ല, പറ്റിക്കാൻ വേണ്ടിയായിരുന്നെങ്കിൽ അവൻ ഇവിടെ നിന്ന് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. അമേരിക്കയിൽ പോയിട്ട് എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ആ പയ്യൻ അങ്ങനെയൊക്കെ ചെയ്യുന്നു. ഇതാലോചിച്ച് നടക്കാതെ നീ സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങും. അവരെന്നും ഒരുമിച്ചുണ്ടാവൂടാ. ഉണ്ടാവില്ല ഉണ്ണിയേട്ടാ? ഉണ്ടാവും. നമ്മൾ എന്നും ഒരുമിച്ചുണ്ടാവും. ഉണ്ണിയേട്ടൻ ഇങ്ങനെ ജോലി എടുക്കുമ്പോൾ ഞാനിങ്ങനെ വന്ന് ഓരോന്ന് ചോദിച്ച് ശല്യപ്പെടുത്തുന്നത് ബുദ്ധിമുട്ടാവുന്നുണ്ടോ? ഇതുവരെ ഇല്ല. ആവുമ്പം ഞാൻ പറയാം. ശരിക്കും? അതേന്ന്. എൻ്റെ പൊന്നുണ്ണിയേട്ടൻ. ഓഹോ, പെണ്ണിന് കൊഞ്ചല് കുറച്ച് കൂടുന്നുണ്ട്. അതിരിക്കട്ടെ, നീ എന്താ ഇങ്ങനെ നോക്കുന്നേ? ഉണ്ണിയേട്ടന് കഴിഞ്ഞ തവണ വന്നതിനേക്കാളും ഭംഗി കൂടിയോ? കൂടിയോ? ദാ നോക്ക്, കൂടിയോന്ന്. എന്നെ താഴെ വിളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാൻ പോയിട്ട് വരാം. ഉണ്ണിയേട്ടാ, എന്നെ വിട്. ഞാൻ പോയിക്കോട്ടെ. പോയിക്കോ. ഫുഡ് കഴിക്കാൻ താഴേക്ക് വന്നേക്കണേ. വരാം. അവിടെ വെച്ച് നോക്കിയാലും മതി. ഇല്ല ഏട്ടാ. കാർത്തി, നീ ഇതുവരെ ഉറങ്ങിയില്ലേ? ഇല്ലടാ, ഉറക്കം വരുന്നില്ല. നിനക്ക് ഒട്ടും അസുഖമില്ലാട്ടാ കാർത്തി.
അസൂയോ? നീ എന്താടാ ഈ പറയുന്നത്? അതല്ല, ഈ ഉറങ്ങാൻ കിടന്നിട്ടും നീ തിരിഞ്ഞു മറിഞ്ഞും കളിക്കുക. ഞാനിപ്പം നോക്കിയിട്ട് നിന്റെ പ്രശ്നം ശിവയാണ്. അവർ തമ്മിലില്ലാത്ത പ്രശ്നം നീ ചിന്തിച്ചു കൂട്ടുന്ന പോലെ. പിന്നെ നീയാണേലും പറഞ്ഞിട്ടുണ്ടല്ലോ നിനക്ക് അവളെ ഇഷ്ടമാണെന്ന്. വരുണേ ഡാ, അയ്യേ, എനിക്ക് അവളോട് ഇപ്പം അങ്ങനെയൊന്നും ഇല്ലടാ. അവരുടെ സ്നേഹത്തോട് അസൂയോ? നിനക്ക് ഞാൻ പറയുന്നത് കേട്ടിട്ട് അങ്ങനെയാണോ തോന്നിയത്? ആർക്കായാലും തോന്നില്ലേ? എടാ അല്ല, എനിക്ക് പേടിയാണ്. അവരെന്നും സ്നേഹത്തോടെ ഒരുമിച്ചുണ്ടാവണമെന്ന് എനിക്കുള്ളൂ. സോറി. പോടാ അളിയാ, സോറിടാ. നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് രാമനാമം പോലെ ശിവ ശിവ എന്ന് പറഞ്ഞു നടന്നപ്പോൾ ഇപ്പോൾ ഇതുകൂടെ പറഞ്ഞപ്പോൾ അറിയാതെ. നീ നോക്ക്, നിനക്കിതിപ്പോൾ ഇത്ര വലിയ മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ലല്ലോ. നീ ഒന്ന് അവിടെ ചെന്ന് അവരെ കാണും. ഒരു ലോങ് ലീവ് എടുത്ത് ചെല്ലും. പറ്റുമെങ്കിൽ ഞാനൂടെ വരാം. എനിക്ക് ലച്ചുവിനും കൂടെ കാണണം. എന്നാലും വരുണേ, നീ ഇങ്ങനെ ചിന്തിച്ച് കളഞ്ഞല്ലോ. എടാ അത് ക്ഷമിക്കടാ നീ എന്നോട്. നോക്ക്, നീ ഇപ്പോൾ എന്താ ഓവർ തിങ്ക് ചെയ്ത് അവരുടെ ഇടയിൽ ഇല്ലാത്ത വഴക്കുണ്ടാക്കിയതുപോലെ ഞാൻ ഓവർ തിങ്ക് ചെയ്ത് നീ ചിന്തിക്കാത്തൊരു കാര്യം ചിന്തിച്ചു. ഇപ്പം നമ്മൾ രണ്ടൊരു ഈക്വൽ. ക്ഷമിക്കടാ. ശരി. എടാ, ട്രാൻസ്ഫറിന് ശ്രമിച്ചാൽ കിട്ടുമായിരിക്കും. നീ പോയാൽ പക്ഷേ ഞാനെന്താ ചെയ്യുക? ഞാനുണ്ടടാ. നമുക്ക് ടെമ്പററി ട്രാൻസ്ഫറിന് ശ്രമിക്കാം. അതയാൾ ചിലപ്പോൾ സമ്മതിക്കുമായിരിക്കും. പക്ഷേ ഇതൊക്കെ ആദ്യം ഉള്ളതാണോ എന്ന് നീ ഒന്ന് ഉറപ്പിക്കും. എന്നിട്ടാവും ട്രാൻസ്ഫറൊക്കെ. അതൊന്നറിയാൻ വേണ്ടി തന്നെയാണ് ഞാനും ശ്രമിക്കുന്നത്. എന്താ? ഒന്നുമില്ലല്ലയാ, നീ കിടന്ന് ഉറങ്ങിക്കോ. എനിക്ക് ഉറക്കം വരുമ്പോൾ ഉറങ്ങാം. ഗുഡ് നൈറ്റ്. ശരി, ഗുഡ് നൈറ്റ്. ഡാ, നിൻ്റെ ലച്ചു എവിടെ നിന്നാ പഠിച്ചത്? മുംബൈ? അപ്പോൾ അമേരിക്കയോ? നോ, ഒന്നുമില്ല. God, this isn't making any sense. മോനെ ദീപു, വാ വന്നിരിക്കെ. ശിവ വന്നില്ലല്ലോ. ശിവ! ഓ കേട്ടോ അമ്മേ, ഞാൻ ഇവിടെ തന്നെ നിൽപ്പുണ്ട്. ഗുഡ് മോർണിംഗ് വല്ലേച്ച. വെരി ഗുഡ് മോർണിംഗ് ശിവ. ഉണ്ണേട്ടാ ഗുഡ് മോർണിംഗ്. ദീപു, ശിവ വിഷ് ചെയ്ത് കേട്ടില്ലേ?
ദീപു, ആ എല്ലാവരും കഴിക്കേ. ചൂടോടെ കഴിക്കുമ്പോഴേ ഒരു രുചി കാണുള്ളൂ. എന്താ ഏട്ടാ, ഇവർ തമ്മിൽ വീണ്ടും വഴക്കായോ? ആർക്കറിയാം. ശിവ, നിങ്ങൾ വഴക്കാണോ? ഏയ് അല്ലമ്മേ, എന്താ? എൻ്റെ ജാനു, അവൻ്റെ പിണക്കമൊക്കെ ഞാൻ ഇപ്പം മാറ്റിത്തരാം. ആ അളിയ, ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, എത്ര വേഗമാണ് കാലം പോയത്. ഇതിനെയൊക്കെ നമ്മുടെ പെണ്ണുങ്ങൾ കയ്യിൽ സമ്മാനിച്ചതും അച്ഛനായതും ഒക്കെ ഒരു സ്വപ്നം പോലെ തോന്നുക അല്ലേ? അളിയൻ പറഞ്ഞത് ശരിയാ. ഇതാ നോക്ക്, ഇപ്പോൾ അവർക്ക് കല്യാണപ്രായമായി. രണ്ടാളൂടെ ഇതിപ്പോൾ പറയാനുള്ള കാര്യം എന്താണാവോ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അളിയ, ഈ കാന്താരിക്ക് കാര്യം പറയാതെ തന്നെ മനസ്സിലാവുന്നു. ശരിക്കും സത്യമായിട്ടും ഞാൻ മനസ്സിൽ വിചാരിച്ചത് തന്നെയാണോ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നത്? ദീപുവിന് ഇതുവരെ കാര്യം മനസ്സിലായിട്ടില്ല കേട്ടോ. ആള് വട്ടടിച്ചിരിക്കുക അല്ലേ മോനെ? ആ എന്താ എന്താ സംഭവം? വേറെ ഒന്നുമല്ല, രണ്ടാൾക്കും സന്തോഷമുള്ള കാര്യമാണ്. ഞങ്ങൾ വലിയവരെല്ലാവരും കൂടെ അതങ്ങ് തീരുമാനിച്ചു. എന്ത് നിശ്ചയം? മോൻ്റെയും ശിവമോളുടെയും വിവാഹ നിശ്ചയം. സന്തോഷമായില്ലേ? വാട്ട്? നോ. അല്ല, ഇതൊക്കെ നിങ്ങളെല്ലാവരും കൂടെ അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? ഐ എം നോട്ട് ഓക്കെ വിത്ത് ദിസ്. ഐ കാൺട്ട്.